ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പൊ ഞാൻ പഴയ കോൺഗ്രസ്. എന്റെ മനോവീര്യം മഞ്ഞുകട്ടുകൊണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ചതാ. അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്. നിൽക്കാതെ എറിയില്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വരുന്ന നിങ്ങളെ മുമ്പിലാണ് പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം മുഖക്കാടംപൊയില്. ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം. അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോ അന്ന് വായശില്ല. നമ്മളോട് ലോകിലൊക്കെ പറഞ്ഞു, പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം? സത്യം ബോധ്യപ്പെട്ടാ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാന്ന്. ഉണ്ടായില്ല. അന്ന് PV Anwar എന്ത് ചെയ്തു പറയും? പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമായിരുന്നു. ഈ വാർത്ത ഇങ്ങനെ വരുമോ? അവിടെ മാന്തി, ഇവിടെ മാന്തി, അവിടെ തിരക്കി, ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ? പണ്ടാറടക്കി ആദ്യമായിട്ട് ഒരു MLA ആയതാ. മനുഷ്യന്റെ മുമ്പിൽ വഷളാകുമല്ലോ. അന്ന് PV Anwar തീരുമാനിച്ചു, നിങ്ങൾ ഉണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ, അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം എപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക് അത് വിട്ടാലേ നമ്മളടുത്തേക്ക് വേണ്ട.